മാത്രമേ കുടി എനിക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ശരിയായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് കുടിക്കാൻ സാധിക്കുകയില്ല. കാരണം അത് ശരിയായൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് അത് അസാധ്യമായി മാറുന്നത്. അപ്പൊ മദ്യപാനാസക്തി ഒരു രോഗമാണ്. മദ്യത്തോട് എനിക്ക് ആസക്തിയുണ്ട്. കുടിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിനോടും പൊരുത്തപ്പെടാത്തവനായി മാറേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ കുടി എനിക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ ഒന്നിനെയും എനിക്ക് പരിഗണിക്കാൻ സാധിക്കില്ല. എന്തെങ്കിലും ഞാൻ പരിഗണിക്കേണ്ടി വന്നാൽ അപ്പോഴൊക്കെ കുടി എനിക്കൊരു തടസ്സമായി വരും. അപ്പൊ അങ്ങനെ സംഭവിക്കുന്നതിന് പകരം, കുടി മാറ്റുന്നതിന് പകരം ഞാൻ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ്. യാതൊരു ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാതിരിക്കുക. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ജോലി സ്ഥലത്തായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും മറ്റുള്ളവരെ പരിഗണിക്കുന്ന പ്രശ്നമേ ഇല്ല. ഒരു ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇതിന്റെ ഫലം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തും ഒറ്റപ്പെട്ടവനായി മാറുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ശിഥിലീകരണം സംഭവിച്ചത് എൻ്റെ മനസ്സിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എന്നോട് യോജിക്കാത്തവനായി മാറി. അപ്പൊ അത് ഒരാളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ്. അത്തരത്തില് എല്ലാം ഒരു തരം തകർന്ന് തരിപ്പണമായ ഒരു മനുഷ്യന് വേണ്ട ഗുണങ്ങൾ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില ഗുണവിശേഷങ്ങള് പുരാതന കാലം മുതലേ മനുഷ്യൻ വില കൽപ്പിക്കുന്ന, മനുഷ്യൻ മൂല്യമുണ്ട് അല്ലെങ്കിൽ മൂല്യം കൊടുക്കുന്ന ചില വിശേഷങ്ങളുണ്ട്. സത്യസന്ധത, സ്നേഹം, ഉത്തരവാദിത്ത ബോധം, ഇത്തരത്തിലുള്ള ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടുന്നു. ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മദ്യാസക്തി എന്ന രോഗത്തിന്റെ സൈഡ് എഫക്റ്റ് ആണ്. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നത്. കുടി നിർത്തുവാൻ യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നില്ലെങ്കിൽ പോലും മനസ്സില്ലാ മനസ്സോടെ ഞാൻ എയിൽ വരുമ്പോൾ എൻ്റെ ചിത്രം ഇതാണ്. അപ്പൊ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഞാൻ വന്നതിന് ശേഷം എനിക്ക് എന്താണ് സംഭവിച്ചത്, അതിന് മുമ്പ് ഉണ്ടായിരുന്ന ചിത്രമാണ് ഞാൻ പറഞ്ഞത്. പരിപൂർണമായും ശിഥിലീകരിക്കപ്പെട്ട, യാതൊരു തരത്തിലുമുള്ള മാനസിക ഐക്യം, ഞാൻ എന്നോട് തന്നെ യോജിക്കാത്തവനായ ഒരവസ്ഥയിലും സമൂഹത്തോടും കുടുംബത്തിലും ഒന്നും വേണ്ടപ്പെട്ടവൻ അല്ലാത്ത, വെറുക്കപ്പെട്ടവനായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ യാദൃച്ഛികമായി ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നു. അവിടെ ഞാൻ ആദ്യം കേൾക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികളെ കുറിച്ച് തന്നെയാണ്. അപ്പൊ ഇത് ഞാൻ കേൾക്കുമ്പോൾ ഇത് കുടി നിർത്തുവാനുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കുടി നിർത്താൻ ഉതകുന്ന ഒരു ജീവിത രീതിയാണ് എന്നൊന്നും എനിക്ക് തോന്നിയില്ല. സാധാരണഗതിയിൽ നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകള്, നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ആളുകൾ സ്വീകരിച്ചിരിക്കുന്ന ചില മാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നന്നായി ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തിനാണ് എന്ന് ചോദിച്ചാല് മതപരമായ ഒരു കാഴ്ചപ്പാടിൽ അത് സ്വർഗത്തിൽ പോകാനാണ് എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. അപ്പൊ പ്രഥമ ദൃഷ്ട്യാ എനിക്ക് തോന്നിയത്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതനുസരിച്ച് ഒരാൾ ജീവിക്കുന്നത് അയാൾ സ്വർഗത്തിന് അർഹനാകാനായി മാത്രമാണ്. അപ്പൊ അതെനിക്ക് ആവശ്യമുള്ള ഒരു കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുടി നിർത്തേണ്ടത് എനിക്ക് ആവശ്യമുള്ളൂ. സ്വർഗത്തെക്കുറിച്ച്, മറ്റൊരു മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സ്വർഗസങ്കല്പത്തെക്കുറിച്ചോ ഒന്നും എൻ്റെ മനസ്സിൽ അത്തരം ഒരു സങ്കല്പങ്ങളൊന്നുമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുടിക്കാതിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എയിൽ വന്നപ്പോൾ കണ്ടുമുട്ടിയ ചില ആളുകൾ, നല്ല നിലയിൽ ജീവിക്കുന്നവര് ആണ് എന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ആളുകൾ എന്നോട് എനിക്ക് തന്ന നിർദ്ദേശം, കുടിക്കാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ ജീവിത രീതി പിന്തുടരൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഈ 12 പടികൾ പിന്തുടർന്നതിന്റെ ഫലമായി, അതിന്റെ ഒരു റിസൾട്ടായി എന്നിൽ വന്നു ചേർന്ന ഒരു മാറ്റമാണ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഒരു തരം ഞാൻ എന്നോട് തന്നെ പൊരുത്തപ്പെടുന്നവനായി മാറി. അതാണ് ആദ്യം സംഭവിക്കുന്നത്. കാരണം എൻ്റെ പ്രവൃത്തികൾ എനിക്ക് അനുയോജ്യമായ രീതിയിൽ ആണെങ്കിൽ മാത്രമേ എനിക്ക് എന്നോട്
പൊരുത്തപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ എന്നോട് തന്നെ പൊരുത്തപ്പെടുന്നവനായി മാറി. എന്നോട് തന്നെ പൊരുത്തപ്പെടുന്നവനായി മാറിയാൽ ഉടനെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ലോകവുമായും പൊരുത്തപ്പെടും. കാരണം എന്നോട് പൊരുത്തപ്പെടാൻ സാധിക്കുമെങ്കിൽ എനിക്ക് ലോകത്തോടും പൊരുത്തപ്പെടാൻ സാധിക്കും. അപ്പൊ മറ്റുള്ളവരെ പരിഗണിക്കുന്നവനായി എൻ്റെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ ചിലർ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പടികളനുസരിച്ച് ജീവിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ മറ്റുള്ളവർ ജീവിതം കണ്ട് മനസ്സിലാക്കി അതങ്ങനെ ജീവിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ എന്നിൽ ഉണ്ടായ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ ഐക്യമുള്ളവനായി, എന്നോട് തന്നെ യോജിക്കുന്നവനായി. അതുകൊണ്ട് തന്നെ ഞാൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായി. മറ്റുള്ളവരെ ഞാൻ പരിഗണിക്കുന്നവനായി ഞാൻ മാറി. മറ്റുള്ളവരോട് എനിക്ക് സ്നേഹം തോന്നി. മറ്റുള്ളവരെ സഹായിക്കാൻ ഞാൻ തയ്യാറായി. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള ജീവിത രീതിയിൽ ഞാൻ കൈവരിച്ച നേട്ടങ്ങൾ. സത്യസന്ധമായ ജീവിതത്തെ നോക്കി കാണുവാനും ലോകത്തെ അതിൻ്റെ അവസ്ഥയിൽ തന്നെ നേരിടുവാനും മറ്റുള്ളവരെ പരിഗണിക്കുവാനും ഒക്കെ ഉള്ള ഒരു മനോഭാവം, അതിനുള്ള ഒരു പക്വത കൈവരിക്കാൻ എനിക്ക് സാധിച്ചു എന്നാണ്. അതിനുള്ള ഒരു ശ്രമത്തിലാണ് യഥാർത്ഥത്തിൽ ഞാൻ. അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികളിലൂടെയുള്ള ജീവിത രീതിയിലൂടെയാണ് എനിക്ക് കൈവരിക്കാനാവൂ എന്നെനിക്കറിയാം. ഇത് ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇത് ഒറ്റയ്ക്ക് ഒരാൾക്ക് നേടിയെടുക്കാവുന്ന ഒരു അവസ്ഥാവിശേഷം അല്ല ഇത്. ഒരു മനുഷ്യന്റെ മനസ്സിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം സംഭവിക്കണം എങ്കിൽ അതിന് പുറത്തു നിന്നുള്ള സഹായം ആവശ്യമുണ്ട്. ലോകത്തിലുള്ള സർവ മതങ്ങളും അതുപോലെ തന്നെ കൂട്ടായ്മകളും എല്ലാം അവർ എല്ലാം മുമ്പോട്ട് വെക്കുന്ന ഒരാശയം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയിലൂടെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ എങ്ങനെയോ അവർക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, മാറ്റങ്ങൾ കൈവരിക്കാൻ അവർക്ക് സാധിക്കും എന്നാണ് യുഗങ്ങളായി മനുഷ്യൻ കണ്ടെത്തിയ ഒരു സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന കൂട്ടായ്മയിൽ തന്നെ നിൽക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ജീവിത രീതികളുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ ശ്രമിക്കുന്നതും അതിലുള്ള അംഗങ്ങളുമായിട്ട് ബന്ധം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോകുന്നതും ആ ആശയങ്ങളുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെയും കാരണം ഇതാണ്. ഈ ഒരു മാറ്റം, അതായത് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ശിഥിലീകരണം, ആ ശിഥിലീകരണത്തിന് വിപരീതമായ ഒരു ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഐക്യം അല്ലെങ്കിൽ ഒരു സംയോജിത അവസ്ഥ, പൊരുത്തപ്പെടുന്ന ഒരു അവസ്ഥ എന്നൊക്കെയാണ് അതിന് മലയാളത്തിൽ പറയാൻ കഴിയുന്ന വാക്കുകൾ. അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോകണം എങ്കിൽ, എനിക്ക് പോകാൻ സാധിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നിന്നാൽ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പുകളിലും മീറ്റിങ്ങുകളിലും അതിലുള്ള അംഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതും അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളും പാംലെറ്റുകളും ഒക്കെ വായിക്കുന്നതിൻ്റെയും ഒക്കെ കാരണം അതാണ്. ഞാനത് ആഗ്രഹിക്കുന്നു. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള യാത്രയിൽ ഞാൻ ഈ രീതിയിൽ ഇതിനെ നോക്കി കാണുകയും പ്രവർത്തിക്കേണ്ടതും ഉണ്ട് എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞാനത് ഈ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഓക്കെ, താങ്ക് യു. Thank you, sir.